കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 29 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിഷ്യന്മാർ അവിടത്തോട് പറഞ്ഞു, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നുമില്ല. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകം കീഴടക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പ്രതിപാദിച്ചു തരുന്നത്. ഈശോ തന്നെ മനുഷ്യരായി അവതരിച്ച് ഈ ലോകത്ത് എന്നെയും നിങ്ങളെയും പോലെ ജീവിച്ച കടന്നുപോയ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച അനുഭവങ്ങളെ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിനകത്ത് 2 അനുഭവങ്ങൾ, അതെല്ലാ മനുഷ്യരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടങ്ങളിലും വേളകളിലും കടന്നു പോകേണ്ടതാണ്. ഒന്ന്, ഒറ്റപ്പെടലിൻ്റെ അനുഭവം, ഏകാന്തതയുടെ അനുഭവം. എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാതാകുന്ന, എല്ലാവരാലും തള്ളിക്കളയപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, ഒറ്റയ്ക്കായി തീരുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. ഈശോ പറയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും, ഞാൻ ഏകനാകുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. ഈശോ തൻ്റെ അന്ത്യത്താഴ സമയത്ത് അപ്പസ്തോലന്മാരെ ചേർത്ത് പിടിച്ച് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളൊക്കെ നമുക്കറിയാം. താൻ കടന്നു പോകാനിരിക്കുന്നതിനെക്കുറിച്ചും താൻ അനുഭവിക്കേണ്ട പീഡകളെയും സഹനത്തെക്കുറിച്ചും മുൻകൂട്ടി പറയുകയും, എന്നാൽ താൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിത്യ സഹായകനായ പരിശുദ്ധാത്മാവിനെ, ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ, നിത്യമായി നിങ്ങളോട് കൂടെ വസിക്കാൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന വചനഭാഗങ്ങളാണ് ഈ യോഹന്നാൻ 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. അപ്പം അതിൻ്റെ മധ്യത്തിലാണ്, അതിൻ്റെ അവസാന വാക്കുകളിലാണ് ഈശോ പറയുന്നത്, ഞാൻ ഏകനാകുന്ന സമയം വരുന്നു, ഒറ്റപ്പെട്ടു പോകുന്ന സമയം വരുന്നു. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും. സഹനങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാം ഇട്ടിട്ട് പോകും. അപ്പം ഇതെല്ലാം ഈശോ മുൻകൂട്ടി പ്രവചിക്കുകയാണ്. എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാം എന്നെ ഇട്ടിട്ട് പോയാലും, അതായത് ഈ ലോകത്തിലുള്ള സകല ബന്ധങ്ങളും സകല മനുഷ്യരും 3 വർഷക്കാലം കൂടെ നടന്ന അപ്പസ്തോലന്മാരോടാണ് ഈശോ പറയുന്നത്. അപ്പോൾ എത്ര നാളുകൾ നമ്മുടെ കൂടെ നടന്ന, കൂടെയുണ്ട് എന്ന് നമ്മൾ കരുതുന്ന, നാളെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ച് കരം ചേർത്ത് പിടിച്ച് നടക്കുന്നവരൊക്കെ ഒരു ദിവസം, ഒരു സുപ്രഭാതത്തിൽ, ഒരു നിമിഷത്തിൽ കൈവിട്ടു പോകുന്നൊരു അനുഭവമുണ്ട്. ആരുമില്ല എന്ന് തോന്നുന്ന അനുഭവം. എത്രയോ പേര് പറഞ്ഞിട്ടുള്ള വിഷയമാണെന്നറിയാമോ? എത്രയോ പേര് പങ്കുവെച്ചിട്ടുള്ളതാണ്. എല്ലാവരും വീട്ടിലുണ്ടായിട്ടും സൗഹൃദങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും ഇതിൻ്റെ മധ്യത്തിലും ഏകാന്തത അനുഭവിക്കുന്നവർ, ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കുള്ള സുവിശേഷമാണ് ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും, ഞാൻ ഏകനാകുന്ന സമയം വരുന്നു, എന്നാലും ഞാൻ ഏകനല്ല എന്നാണ് അടുത്ത വചനത്തിൽ ഈശോ പറയുന്നത്. അതിന് കാരണം പറയുന്നതാണ്, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഏകാന്തതയുടെ തടവറയിൽ നിന്നും പുറത്തു വരാൻ ഒരൊറ്റ വഴിയുള്ളൂ, നിത്യമായി പുറത്തു വരാൻ. ഏകാന്തതയുടെ തടവറയിൽ നിന്നും നിത്യമായ ഒരു ആത്മാവിന് പുറത്തു വരാനുള്ള ഒരു ഏക വഴിയുള്ളൂ,
ദൈവം കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ആ വിശ്വാസം തരുന്ന ധൈര്യമാണ് സകല ഏകാന്തതകളെയും അതിജീവിച്ച് പുറത്തു വരാൻ നമ്മളെ സഹായിക്കുന്നത്. സകല ഒറ്റപ്പെടലിനെയും മാറ്റി നിർത്തപ്പെടുന്ന ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും അതിജീവിച്ച് ഒരു ദൈവ പൈതലിന് പുറത്തു വരാൻ ശക്തി തരുന്നത് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരും സ്നേഹിക്കാനില്ലേലും, ആരും മനസ്സിലാക്കാനില്ലേലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇത് വിശ്വസിക്കുന്നവനാണ് ഏകാന്തതയുടെ തടവറയിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ വിട്ടുപോകും. നിരന്തരം ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഏകാന്തത ജനിപ്പിക്കുന്ന ആ സംസാരത്തിലും ജീവിതാനുഭവങ്ങളിലും ഒരു ദൈവ പൈതൽ കടന്നു പോകേണ്ടി വരും. അപ്പം അതിനെ അതിജീവിച്ച് കടന്നു പോകാൻ പറ്റണമെങ്കിൽ ഈശോ നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും സുന്ദരമായ ശക്തമായ ഭാഷയാണ്. ഈശോ പറഞ്ഞു, എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയാലും എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലായിരിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചേർത്ത് നിർത്തിയവരും ചേർന്ന് നിന്നവരൊക്കെ ഒറ്റിക്കൊടുത്തും തള്ളിപ്പറഞ്ഞും ഉപേക്ഷിച്ചും മാറ്റി നിർത്തിയോ കടന്നു പോകുമ്പോൾ നമ്മുടേതല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ളുകൊണ്ട് പറയേണ്ട ഒരു വചനമാണ്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇത് പറയാൻ പഠിച്ചാലേ പുറത്തു വരാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ ആ ദൈവവേദന പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഈ ഒറ്റപ്പെടലും ഏകാന്തതയും ഒരു മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും അത് സ്വാധീനിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഈശോ കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമാണ്, ഈ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. നമുക്കറിയാം, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഞെരുക്കങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, സഹനങ്ങളുണ്ട്. ഇതൊന്നും മാറ്റി വെച്ചിട്ട് ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതെല്ലാം അവസാനിച്ചിട്ട് എല്ലാം ഓക്കെ ആയിട്ട് ഈ ലോകത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഈശോ തന്നെ പറഞ്ഞാണ്, ഈ ലോകത്ത് മക്കളെ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞത്. പക്ഷെ അടുത്ത വചനത്തിൽ ഈശോ അതിനുള്ള പരിഹാര മാർഗം പറഞ്ഞുതരാണ്. എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കും. സ്വാഭാവികമായിട്ട് മനസ്സിനെ ഞെരുക്കുന്ന, ജീവിതത്തെ ഞെരുക്കുന്ന ഒരു പ്രതിസന്ധി, അസ്വസ്ഥ വരുമ്പോൾ നമ്മുടെ ധൈര്യം പോവും, ഫലം ക്ഷയിച്ചു പോവും. അതുകൊണ്ട് ഈശോ പറയാം, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകം അനുവദിച്ച സകല ഞെരുക്കങ്ങളെയും വിജയിച്ചവനാണ്. ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ലോകത്തെ വിജയിച്ചിരിക്കുന്നു എന്നാ ഈശോ പറഞ്ഞത്. അപ്പൊ ലോകം അനുവദിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ജീവിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വിജയശ്രീ ലാളിതനായി എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ അനുവദിക്കുമ്പോഴാണ്. ഓരോ അനുഭവങ്ങൾ, പ്രലോഭനങ്ങളുണ്ടാകും, സഹനം ഉണ്ടാകും, രോഗം വരും. ഈ ലോക ജീവിതത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ഉണ്ടാകേണ്ട നിരവധിയായ പീഡകളും സഹനങ്ങളും നൊമ്പരങ്ങളും ഉണ്ടാകും. അപ്പോഴൊക്കെ അതിനെ അതിജീവിച്ച് ഒരു ദൈവ പൈതലിന് പോകാൻ പറ്റുന്നത് വചനം പറയുന്ന പോലെ, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ലോകത്തെയും മരണത്തെയും പിശാചിനെയും ഒക്കെ ജയിച്ച ജീവിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള വാഗ്ദാനമാണ് ഈശോ നമുക്ക് തന്നതും ഇന്ന് അനേകരുടെ ജീവിതം അതിന് സാക്ഷികളായി നമ്മുടെ മുമ്പിലുണ്ട് താനും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തരുന്ന ഈശോയുടെ സ്നേഹത്തിൽ നമുക്ക് കിട്ടുന്ന ധൈര്യത്തിൽ നമ്മൾ കടന്നു പോകുന്ന അനുദിന ജീവിതത്തിൻ്റെ ഏകാന്തതയുടെയും അസ്വസ്ഥതകളുടെയും നടുവിലും മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസ്നേഹം ഉള്ള ശക്തിയായിട്ട് നമ്മളിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.